ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചു. UDF ആഞ്ഞു വീശി. ഇടതുകോട്ടകൾ തകർന്ന് തരിപ്പണമായി. 102 സീറ്റിൽ ചരിത്ര വിജയം നേടി UDF. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാജയം പാർട്ടി സംസ്ഥാനത്തിലായിക്കോട്ടെ കൊല്ലത്തിലായിക്കോട്ടെ പ്രതീക്ഷിച്ചു? ഇല്ല, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. കാരണം ഭരണപരമായി ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ വികസനത്തിലും വളരെ മുൻപന്തിയിൽ തന്നെ മുമ്പോട്ട് പോയൊരു ഗവൺമെന്റും പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പരാജയപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പിന്നീട് ഇപ്പോൾ ഇങ്ങനൊരു ജനവിധി വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും എന്താണ് അതിന്റെ കാരണങ്ങളെന്നുള്ളത് പാർട്ടി പരിശോധിക്കും. പാർട്ടി അത് സംബന്ധിച്ച് തിരുത്തേണ്ടത് തിരുത്തും. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുറതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. ഭരണത്തിലുള്ളപ്പോഴും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇനിയിപ്പോൾ ഇങ്ങനൊരു ജനവിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. വേണ്ട കണ്ടാത്തോണ്ട അവസാനത്തെ പുനഃസംഘടന നടന്നതിന് ശേഷം ഇതുപോലൊരു തിരിച്ചടി നേരിട്ടിട്ടില്ല. അപ്പോൾ ഇനിയൊരു ഒരു MLA ആയിട്ട് CPMന്റെ കാര്യം ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ റിസൾട്ട് വന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആകുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായാൽ ഉറപ്പായും പാർട്ടി അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പരിശോധിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതുപോലെ തന്നെ പാർട്ടി ഘടകങ്ങൾ പരിശോധിക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള സഖാക്കൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയും. ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനത്തിനകത്ത് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിറന്നോട്ടില്ല. ഭരണത്തിൽ നിന്ന ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനമാണല്ലോ ചെയ്തത്. അത് തുടർന്ന് ഞങ്ങൾ ചെയ്യും. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ജനവിധിയെ സംബന്ധിച്ച് എന്താണ് കാരണങ്ങളെന്നുള്ളത് പരിശോധിച്ച് തിരുത്തി മുമ്പോട്ട് പോകും. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. എന്തായാലും ഈ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ പോലും UDFനൊക്കെ ഒരു 80-85 വരെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും LDF നേതാക്കൾ പറഞ്ഞത് 75-നകത്ത് സീറ്റെങ്കിലും ഒക്കെ വിജയം ഉണ്ടാകുമെന്നുള്ളത്. ഒരു അണ്ടർ കറണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു UDFന്റെ ഒരു സ്യൂപ്പിന് കാരണമായതല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സഖാവ് M. സ്വരാജ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് അനർഹമായ ഒരു പരാജയമാണെന്നുള്ളത്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാജയം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതം നോക്കിയാലും അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ മാതാപിതാക്കളുടെ വരെ കാര്യങ്ങൾക്കകത്ത് ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കുട്ടികളുടെ കാര്യത്തിൽ, സ്കൂള്, എല്ലാത്തിലും വളരെ ജനപക്ഷത്ത് നിന്ന് ഇടപെട്ട ഒരു ഗവൺമെന്റാണ്. അപ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്ന സ്ഥിതിക്ക് ജനവിധി ബഹുമാനിക്കുകയും അതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ ഫിനിഷ്. കണ്ണൂർ പോലുള്ള ഒരു ശക്തിയുക്തമായ കേന്ദ്രത്തിലുണ്ടായ തിരിച്ചടി അതും പാർട്ടി കൃത്യമായി പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകില്ല. അപ്രതീക്ഷിതമായാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അവിടെ മത്സരിക്കുന്നു, ആ സീറ്റിൽ അവിടെ പരാജയപ്പെടുന്നു. അതായത് മന്ത്രി ബിന്ദു പരാജയപ്പെടുന്നു. അങ്ങനെയൊക്കെ വലിയ 15-ലധികം മന്ത്രിമാർ പരാജയത്തിന്റെ അടുത്തെത്തി നിൽക്കുകയായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ഇതിന്റെ എല്ലാം കാരണങ്ങൾ എന്നുള്ളത് തീർച്ചയായും പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞും പരിശോധിക്കാറുള്ളത് പോലെ തന്നെ പരിശോധിക്കും. പാർട്ടി ഏറ്റവും ജനങ്ങൾക്ക് നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള സഖാക്കളെ തന്നെയാണ് സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഇവിടെ ചോദിച്ചതുപോലെ ആരെങ്കിലും തമ്മിലുള്ളൊരു ബന്ധമല്ല സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായിട്ടുള്ളത്. മറിച്ച് അവർ പാർട്ടിയിൽ ഏറ്റവും ആഴത്തിൽ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള സഖാക്കളാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച ശേഷമേ പാർട്ടി നേതൃത്വമാണ് അത് സംബന്ധിച്ച് പറയുക. കാറ്റുപോയ ബലൂൺ, പല്ലുപോയ സിംഹം, തൊപ്പിപോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട്
എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോടാ പുല്ല് എന്ന് പറയും പോലെ